ഈശ്വര, എന്തൊരത്ഭുതം! എന്താ ജോത്സരെ? നിങ്ങൾ ആകെ ഇരട്ടയായിട്ടാ ഞാൻ കാണുന്നത്. നിങ്ങൾ 4 നില വീട് വെച്ചാലും അത്ഭുതമില്ല. സർവരും ഇരട്ടയാ. അതെ, അച്ഛനിപ്പോ എല്ലാം ഇരട്ടായി തോന്നുന്നതേ രാവിലെ ഗോപാലന്റെ ഷാപ്പിൽ പോയി വലിച്ച കള്ള് മോന്തിയതുകൊണ്ടാ. ഏറണം കെട്ടവളെ, വളിച്ചതല്ല പുളിച്ച കള്ളു കുടിച്ചാലും എന്റെ ജോത്സ്യം തെറ്റത്തില്ല. പറഞ്ഞതാ. എടുക്കോ? എടുക്കാനാണെങ്കിൽ എന്റെ ഒരുപാടുണ്ട്, കാണിക്കട്ടെ? ഇപ്പൊ വേണ്ട, പിന്നെ കാണിച്ചാ മതി. എന്തിനാ സാറേ പിന്നെ ആക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. മനുഷ്യ എന്നൊക്കെ പോകാം. വരുന്നവർക്കെല്ലാം എന്റെ മരുമോള് കാണിച്ചു കൊടുത്ത് എന്റെ കസ്റ്റമേഴ്സ് ഇവിടെ വരാതായിട്ടുണ്ട്. അതെ, എന്റെ ഭർത്താവിന്റെ അച്ഛാ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നതേ ഓരോരുത്തരുടെയും കഴിവാ. 3 മാസം കൂടുമ്പോ 600 രൂപ അടച്ചാ 10 വർഷം കൂടുമ്പോ ഇരട്ടിയാകും. അതാണ് ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രത്യേകത. ഇൻഷുറൻസ് ആയിരുന്നോ? പിന്നെ സാറെന്തോ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു ഇൻഷുറൻസ് ആയിരിക്കും. ജനാർദ്ദൻ എന്താ രാവിലെ ഇതെവിടെ പോയിട്ട് വരുന്നു? എന്റെ മോൻ എന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഇന്നുണ്ടോടാ നിനക്ക് നൈറ്റ് ഡ്യൂട്ടി? ഉണ്ടച്ചാ. ജനുവേട്ടൻ വന്നിട്ട് പോവാൻ വേണ്ടി ഞാൻ നിൽക്കായിരുന്നു. അപ്പൊ വീട്ടുകാര്യവും കുട്ടികളെയൊക്കെ ഭർത്താവ് നോക്കുമായിരിക്കും. അതിന് കുട്ടികളുണ്ടായിട്ട് വേണ്ടേ നോക്കാൻ? സുമുഖി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ? ഇതുവരെ ഒന്ന് നിന്നേ. സുമുഖി, വൈകിട്ട് നേരത്തെ വരണേ. നീ വന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. ചേട്ടൻ എന്നെ കാത്തു നിൽക്കണ്ട. ഇന്ന് 5-6 പേര് എടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ താമസിച്ചേ വരൂ. കുട്ടികളില്ലാത്തവർക്ക് പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്ന ജോത്സ്യൻ എന്തേ സ്വന്തം മകന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാത്തത്? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ സ്വന്തം മക്കളോടെല്ലാം തുറന്നു പറഞ്ഞു കൊടുത്താലും എന്താ പ്രയോജനം? കണ്ടില്ലേ, ഭാര്യ ഡേ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. ഭാര്യ വന്നു കയറുമ്പോ ഭർത്താവ് പോവും. രണ്ടുപേരും രഹസ്യമായിട്ടൊന്ന് കണ്ടുമുട്ടിയാലല്ലേ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമാവൂ. അപ്പോ വീട് പണി തുടങ്ങാല്ലേ ജോത്സരെ? തുടങ്ങിക്കോളൂ, ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ദക്ഷിണ മോളെ. എന്താ അച്ഛാ? അച്ഛൻ ഇത്തിരി കാപ്പി എടുത്തേ. തയ്യൽ ക്ലാസ് പോകാൻ തുടങ്ങുമ്പോഴാ അച്ഛനൊരു കാപ്പി. എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇറങ്ങാം. എന്റെ കബഡി ഭഗവതി, ഇതിനൊക്കെ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് കബഡി നിരത്തി പ്രശ്നം വെച്ചിരുന്നെങ്കിൽ ഒന്നിന്റെ തലവട്ടം കാണത്തില്ലായിരുന്നു. ഇനി എന്താ കാപ്പി? ഗോപാലന്റെ ഷാപ്പ് തന്നെ ഹാപ്പി. Hello, Bruno. Smile, please. Smile, 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 my dear. Smile, Good, good. Well done. കണ്ടോടാ, ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ബ്രൂണോ ചിരിച്ചിരിക്കുന്നു. അതാണ് അനുസരണ. ഗുഡ്. എന്താടാ ഉജ്ജ്വല, നീ ഉജ്ജ്വലമായി ചിരിക്കുന്നത്? അല്ല, 4 ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ബ്രൂണോയെ വിറപ്പിക്കുന്ന ഒരാളുടെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ പരിശീലിപ്പിക്കുന്നതിന് ഗുണമാടാ. അല്ല മുതലാളി, ഇതുപോലത്തെ 4 ഇംഗ്ലീഷ് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ? ഉജ്ജ്വല, കിടത്തല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, പട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാവും. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവളുമാരോട് ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയെ പറഞ്ഞാലും തലേ കയറത്തില്ല. കേറാത്തത് അതായത് ഈ പത്മാവതി ഇവനോട് എത്ര പറഞ്ഞാലും തലേ കയറത്തില്ല. പാവയ്ക്ക ജ്യൂസ് കയ്പാണെന്ന് പറഞ്ഞിട്ട് ഇവൻ വിശ്വസിക്കുന്നില്ല. നീ എങ്ങനെ പറഞ്ഞാടോ ഉജ്ജ്വല? ഏയ്, ഞാനങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞില്ലേന്ന് ചോദിച്ചാ പറഞ്ഞില്ലേ? പറഞ്ഞു. പാവയ്ക്ക ജ്യൂസിന് നല്ല മധുരമാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാ നിന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് എന്നെ കാര്യം. പാവയ്ക്ക നീരിന്റെ മാധുര്യം ഉജ്ജ്വലനൊന്നും അറിയട്ടെ അല്ലേ പത്മം? വേണ്ട, ഇങ്ങോട്ട് വാടാ, ഇത് കുടിച്ചേ. വേണ്ട കൊച്ചമ്മ, വേണ്ട. പാവയ്ക്ക നീര് മധുരമായാലും കയ്പായാലും മോനാളി കുടിച്ചോട്ടെ. മുതലാളിക്ക് ഞാൻ വേറെ കൊടുത്തോളാം. നിന്നോട് കുടിക്കാനാ പറഞ്ഞത്. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഇവിടെ ജോലിയില്ല. കേട്ടോ, പത്മാവതി പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇവിടെ പണിയില്ല. കുടി. അല്ല, അത് വേണോ കൊച്ചമ്മേ? ഇത് കുടിച്ച ഉള്ള പഞ്ചാരയും കൂടെ കുറഞ്ഞ് ഞാൻ തല ചുറ്റി വീഴും. വീണോട്ടെ, ബാക്കി കാര്യം ഞങ്ങളേറ്റു. അല്ലേലും നിനക്ക് ഇത്ര പഞ്ചാര കൂടുതലാണെന്നാ നാട്ടുകാരുടെ സംസാരം. കുടിയടാ. കുടിക്കടാ, കുടിക്കാനാ പറഞ്ഞത്. എന്നിട്ട് വേണം അങ്ങേർക്ക് വേറെ ജ്യൂസ് എടുക്കാൻ. കുടിയടാ. കുടിക്കണം.
അത് കൊള്ളാല്ലേ? അമ്മാവാ ആ, വാ വാ വാ. ശകനം കേട്ടവൻ എഴുന്നള്ളുന്നുണ്ട്. ഇനി നിങ്ങളുടെ സംസാരം കേട്ടാ എന്റെ കൺട്രോൾ പോകും. യ്യോ, നീ ഇത് പിടിച്ചേ കുന്തം. ഓ. ആ, നീ എന്താ വരാത്തേന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം അമ്മായി? ഓ, ഇവിടെ എന്ത് വിശേഷം? ശാശി, ഞാൻ ഇന്നലെ നിന്നോട് വരാൻ പറഞ്ഞത് ചെറുതാണെങ്കിലും കിട്ടിയ പണി കളഞ്ഞില്ലേ, ആ കത്തനാരച്ചന്റെ കാല് പിടിച്ചെങ്കിലും ജോലി തിരികെ കയറിക്കൂടെ എന്നൊക്കെയല്ലേ അമ്മാവൻ പറയാൻ ഉദ്ദേശിച്ചത്? കത്തനാരച്ചന്റെ പണി പുല്ല് പോവാൻ പറയണ. എടാ, വലിയൊരു കാര്യം പറയാൻ വേണ്ടി നിന്നോട് വരാൻ പറഞ്ഞത്. എടാ, നിന്റെ പെണ്ണ് വ്യാഴാഴ്ച വരുന്നെന്ന്. ആര്? ആരാടാ നിനക്കൊരു പെണ്ണുള്ളത്? ഒറ്റട്ടി എന്നാണ്ടല്ലോ. എടാ, ഈ മൂവാണ്ടൻ മാവിന്റെ തുഞ്ചത്ത് ഊഞ്ഞാല് കെട്ടി ഒരു മാമ്പഴ കൊതിച്ച് ആട്ടിയ കാര്യം നീ മറന്നു പോയോടാ കഴുതേ. അതേടാ, നിന്റെ നീലിമ അമേരിക്കയിൽ നിന്നും വരുന്നു. എന്റെ മോള് അമേരിക്കയിൽ നിന്ന് വരുന്നു കേട്ടിട്ട് ഇവിടെ ഇടയ്ക്ക് എന്താ തുള്ളിച്ചാടുന്നത്? എന്താ, ഞാൻ അറിയാത്ത വല്ല ബന്ധവും നിനക്കുണ്ടായിരുന്നു? എന്താ പറഞ്ഞത്? അല്ല, നിന്റെ മോളൊന്ന് അടിവരയിട്ട് പറഞ്ഞത് കൊണ്ട് ചോദിച്ചു പോയതാ. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യമാ. അതിനാരാ ഇവിടെ മറ്റുള്ളവര്? അവിടെ തന്തയും തള്ളയും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവനാ. ഇവനാണെങ്കി അവളെ കെട്ടാൻ പോകുന്നവനല്ലേ. കൊള്ളാവല്ലോ, അമ്മാവനും അനന്തരനും കൂടിയുള്ള തീരുമാനം. അമ്മാവനും അനന്തരവനും കൂടി ഇപ്പോഴത്തെ തീരുമാനമല്ല പത്മാവതി. ഞാൻ എന്റെ പെങ്ങൾ സുലോനയ്ക്ക് കൊടുത്ത വാക്കാ. അവള് കണ്ണടയ്ക്കാൻ നേരത്ത് കൊടുത്ത വാക്ക്. ഓ, പണ്ടങ്ങാനും കൊടുത്ത വാക്ക്. അതിനവളെ അനുസരിച്ചിട്ട് വേണ്ടേ? അവളെ അമേരിക്കയിലെ സായിപ്പന്മാരെ കണ്ട് വളർന്നതാ, അല്ലാതെ. ആ, കല്യാണമൊക്കെ പിന്നെ നിശ്ചയിക്കാം. ആദ്യം പാവയ്ക്ക ജ്യൂസ് കുടിക്കും. എന്തിനാ പത്മാവതി പാവയ്ക്കാ ജ്യൂസ്? അതിനേക്കാൾ കയ്പുണ്ടല്ലോ നിന്റെ വാക്കുകൾക്ക്. കുടിക്കും മനുഷ്യ. അമ്മായിക്ക് അതേടാ, നിന്റെ അമ്മായിക്ക് നാവ് 4 മുഴം കൂടുതലാ, മനസ്സിൽ ഇത്തിരി വിഷവും. നീ ധൈര്യമായിട്ടിരിക്കേ. അവൾ എന്റെ മോളാ. അവൾ അമേരിക്കയിലാ വളർന്നെങ്കിലും അവളുടെ പഴയ കളിക്കൂട്ടുകാരൻ അവള് മറന്നിട്ടില്ല. അവളിങ്ങും വന്നോട്ടറാ. വന്നാ ഉടനെ നിങ്ങളുടെ കല്യാണം അമ്മാവൻ അടിച്ചു പൊളിക്കാൻ പോവാടാ മക്കളെ. കൊലപാതകത്തിന് പോയ സമാനം പറയേണ്ടി വന്നല്ലോ. എന്നെ കണ്ടിട്ട് നിർത്താതെ പോകാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ടാ ഞാൻ ചാടി വീണേ. അതിന് ഞാൻ പാർവതിക്കുട്ടിയെ കണ്ടില്ലല്ലോ. അയ്യടാ, നിന്നോടല്ലേ പറഞ്ഞത്? എന്റെ ഭാഗവതർ കുട്ടനോടാ പറഞ്ഞേ. വേണ്ട, ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഭാഗവതര് കുട്ടാന്ന് വിളിക്കരുതെന്ന്. ഇനിയും വിളിക്കും ഭാഗവതരൂട്ട് ഭാഗവതരൂട്ട്. ഇനി അവനെ എന്ത് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവന്റെ അമേരിക്ക കാര്യം ഉണ്ടല്ലോ, അവൾ വ്യാഴാഴ്ച വരാൻ പോവാ. ഏയ്, ആ പെണ്ണെന്ന് വരാൻ പാടില്ല. അവള് വല്ല സായിപ്പിനെ കല്യാണം കഴിച്ച് അവിടെ ജീവിക്കുന്നുണ്ടാവും അല്ലേ ഇന്ത്യട്ട? അല്ല, എന്റെ നീലിമ വരുന്നുണ്ട്. ഞാൻ അവളുടെ സായിപ്പ്. നീ വണ്ടി എടുക്കടാ.